6 വർഷം മുമ്പ് സൗദി അറേബ്യയിലെ അൽ ഹസയിലേക്ക് പോയ കന്യാകുമാരി കുഴിത്തുറ സ്വദേശി അജി കുമാർ. ഇദ്ദേഹത്തിന് നാട്ടിൽ ഭാര്യയും 2 കുട്ടികളുമൊക്കെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ 6 വർഷമായി ഇദ്ദേഹം നാട്ടിലേക്ക് തിരികെ വന്നിട്ടില്ല. എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അച്ഛനമ്മമാർക്ക് നിശ്ചയവുമില്ല. അജികുമാറിന് നാട്ടിലേക്ക് വരാനുള്ള സഹായം എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയാനാണ് ഈ അച്ഛനമ്മമാർ ഇന്ന് പ്രവാസ ലോകത്തിൽ എത്തിയിരിക്കുന്നത്. അജി പോയിട്ട് ഇപ്പോൾ 6 വർഷമായി അല്ലേ? ഓ, ഭാര്യ ഉണ്ട്. എത്ര മക്കളുണ്ട്? 2 മക്കൾ. 2 മക്കളുണ്ട്. എവിടെ വീട്? കുളത്തറയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററിൻ്റെ അകത്ത് പോകണം. തമിഴ്നാട്ടിലാ? തമിഴ്നാട്. ശരി. ഇയാൾ എന്ത് ജോലിക്കാരനാ? ഞാൻ കൂലിപ്പണിക്കാരൻ. എങ്ങനെ പോയേ അല്ലാസയിലേക്ക്? പോയി മായി ജോലിക്ക് ഇന്ന് പോയി. ആരാ വിസ കൊടുത്ത്? അന്ന് അവൻ്റെ പൈസ കൊണ്ട് തന്നെ അവൻ പോയത്. പൈസ കൊടുത്തിട്ടാ? ഓ. എത്ര രൂപ കൊടുത്ത്? എത്ര കൊടുത്തെന്ന് അറിഞ്ഞോളൂ. ഒറ്റ മകനുള്ളോ? 2 പേരുണ്ട്. 3 കുട്ടികളുണ്ട്. ഒരു മകളും 2 ആൺകുട്ടികളും. ഓ. അവരൊക്കെ വിവാഹം കഴിഞ്ഞവരാണ്. ഓ. മൂത്ത മോനാണ് അജി. ഇല്ല, മൂത്ത മോൻ അനി. അനി ഇവിടെ ഉണ്ട് മൂത്തവൻ. അവനെങ്ങനെ? അവൻ തന്നെ നമ്മളെ ചോറ് തരണത്. ചോറ് തരുന്നത് അവനാണ്. ഈ അജിയുടെ ഭാര്യയും മക്കളും എവിടെയാ? അവൻ്റെ തന്തേരെ വീട്ടിൽ. അവരുടെ തന്തയുടെ വീട്ടിൽ. അവർക്ക് കഴിയാനുണ്ടോ? കഴിയാനൊന്നുമില്ല. അധ്വാനിച്ചാൽ തന്നെ ജീവിക്കാൻ നോക്കും. ആ കുട്ടി പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? മക്കള് ആൺകുട്ടികളാ പെൺകുട്ടികളാ? ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. എത്ര വയസ്സായി മൂത്തേന്? മൂത്തന് ഒരു 18 വയസ്സായി. ആ പഠിക്കുന്നുണ്ട്. പഠിക്കുന്നു. അജി 6 വർഷമായിട്ട് യാതൊരു വിവരമില്ല. ഓ. അജിനെ ഏതെങ്കിലും നിലയിൽ നിങ്ങൾ ബന്ധപ്പെടുകയുണ്ടായിട്ടോ? 6 വർഷത്ത് ഇടയിലെ പേസ് വാങ്ങി. അമ്മ അതല്ലേ ചോദിച്ചത്. 6 വർഷമായി പോയിട്ട് ആദ്യകാലത്തൊക്കെ കത്തിടപാടുകൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഫോൺ വിളിച്ചിരുന്നോ? ഫോൺ വിളിപ്പാൻ ഭാര്യക്ക് വിളിക്കാറുണ്ടോ? ഭാര്യയ്ക്ക് എന്നും വിളിക്കും. ഇപ്പോഴും വിളിക്കുമോ? ഇപ്പം വിളിക്കൂല. എത്ര മാസമായി വിളിക്കാതെ? 6-7 മാസമാ വിളിക്കൂലെന്ന്. 6-7 മാസമായിട്ട് ലസേലാണുള്ളത്. വിളിക്കുന്നില്ല. ഏതെങ്കിലും നാട്ടുകാർ കണ്ടവരുണ്ടോ 6 മാസത്തിലിടക്ക്? കണ്ടവരാരുമല്ല. ഇല്ല. പൈസ ഒന്നും അയക്കാറില്ല. അമ്മയ്ക്കും അയക്കാറില്ല, അവർക്കും അയക്കാറില്ല. 6 വർഷത്ത് കുടുംബത്തിനും അയക്കാറില്ല. അവരെന്താ വരാതെ ഇരുന്നത്? ഭാര്യയും മക്കളും എവിടെയാ? അത് വിളിച്ചില്ല. നമ്മൾ വിളിച്ചില്ല. നിങ്ങൾ 2 പേരും പോരാന്ന് വെച്ചു അല്ലേ? ഓ. നമുക്ക് കാണണം. നമുക്ക് കാണണം. അമ്മയ്ക്ക് പണിയുണ്ടോ? ഇല്ല, ഒരു പണിയും. നിങ്ങൾക്ക് പണിയുണ്ടോ? അവർ മുറുക്കാൻ കിടങ്ങിട്ടോണ്ടിരിക്കുന്നു. കച്ചവടണ്ടാ? എന്തൊരു കച്ചവടം, നേരം പോവും. അപ്പം എന്താണ് ഈ നാട്ടുകാരും കണ്ടവരില്ല? ഇല്ല. അവിടെ നാട്ടുകാരുണ്ടോ? നാട്ടുകാരുണ്ട്. ഉണ്ട്. അവരോടൊന്നും നിങ്ങൾ ചോദിച്ചില്ലയോ? ചോദിച്ചു. കണ്ടവരോരുത്തരും ഇല്ല. വല്ല കാരണമുണ്ടോ? ഒരു കാരണവുമില്ല. ഭാര്യയായിട്ട് വല്ല പിണക്കമോ? കുടുംബമായിട്ട് വല്ല പിണക്കമോ? ഒരു പിണക്കവും. അച്ഛനും അമ്മയുമായിട്ട് വല്ല പിണക്കമോ? ഒന്നുമില്ല. കടമുണ്ടോ ഇവിടെ? അവന് കടമൊന്നുമില്ല ഇവിടെ ഇല്ല. അവിടെ ഉണ്ടോ? ഇവിടെ പണി ഉണ്ടായിരുന്ന എന്തായിരുന്നു കാര്യമായിട്ട് ചെയ്തിരുന്നത്? ഇവൻ സെൻട്രിങ് പണിക്ക് പോയിക്കൊണ്ടിരുന്നു. സെൻട്രിങ് പണിക്ക്. കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. അതിലറിയാം അല്ലേ? അത് അറിയാം. കൂലിപ്പണി തന്നെയല്ല. കൂലിപ്പണി മാത്രമല്ല, നല്ല പണിയാണ്. പഠിച്ചില്ലേ ആള്? ഓ, 12 വരെ പഠിച്ച് ITയും പഠിച്ചു. ഇപ്പം നമ്മളിപ്പോൾ എന്താണ് ഒരു വഴി, എന്താണ് കണ്ടെത്താൻ വല്ല വഴി നിങ്ങൾക്ക് പറയണ്ട? അവനെ എങ്ങനെയെങ്കിലും വരുത്തി തന്നാൽ മതി. അമ്മ എന്താ പറയണേ? അവനെ വരുത്തി തന്നാൽ മതി. അള്ളാസ എന്ന് പറഞ്ഞാൽ അബുദാബിക്ക് അടുത്തുള്ള ഒരു ഡെസർട്ടാണ്. ഇപ്പോൾ കുറച്ച് അവിടെ ചെറിയ പട്ടണമൊക്കെ ആയിട്ടുണ്ടാവും. ഞാനുള്ള കാലത്തൊക്കെ ഒരു മരുഭൂമിയാണ്. അള്ളാസ എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. അവിടെ ആയിരുന്നു എന്നാണ് പറഞ്ഞില്ല ആള്. നമുക്കൊന്ന് നോക്കാം. വിഷമിക്കാതിരിക്കുകയെ. സൗദി അറേബ്യയിലെ അൽ-ഹസ എന്ന് പറയുന്ന ഡെസർട്ടിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ റിയാദിലെ പ്രവർത്തകരാണ് അജിയെ അന്വേഷിക്കാൻ ഏറ്റവും സൗകര്യമുള്ളവരെന്നാണ് എനിക്ക് തോന്നുന്നത്. അജി 6
കഴിയുന്നതും വേഗം നാട്ടിൽ വരാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിനാണ് അച്ഛനും അമ്മയും ഈ പ്രായ ആധിക്യമൊക്കെ മറന്നിട്ട് സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ വരാനാണ്. നിങ്ങൾക്ക് നാട്ടിൽ കടമൊന്നുമില്ല. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഒരു കടവുമില്ല. നിങ്ങളെ മക്കൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. നിങ്ങളെ ഭാര്യയും അവിടെ വലിയ മോശമില്ലാതെ ബുദ്ധിമുട്ടായിട്ട് കഴിയുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കൊക്കെ വയസ്സായി, ഇപ്പോഴും ജോലി ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. പൈസയേക്കാൾ കൂടുതൽ അവർ ആവശ്യപ്പെട്ടത് നിങ്ങളെ കാണുക എന്നുള്ളതാണ്. പൈസ തീർച്ചയായിട്ടും കുടുംബമാകുമ്പോൾ ആവശ്യമുണ്ടാവും എന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അജി കഴിയുന്നതും വേഗം ചെയ്യേണ്ടത് ഒന്ന് വിളിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഭാര്യയോട് പറയാം, ഞാൻ ഇന്ന പ്രശ്നം കൊണ്ടാണ് വരാത്തത്. അത് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടുള്ളത്? ആരും തൂക്കിക്കൊല്ലു, നിങ്ങൾ നാട്ടിലാർക്കും കൊടുക്കാമല്ലോ. അപ്പോൾ ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉള്ള ബുദ്ധിമുട്ട് എന്ന്? ഇയാൾ മദ്യപിക്കുമോ? മദ്യപിക്കുന്ന ആളാ? അവിടെ നിന്ന് കൂടുതൽ അവൻ കുടിക്കില്ല. നിങ്ങൾ കുടിക്കില്ല എന്നാണ് അച്ഛൻ പറയണത്. എനിക്ക് വലിയ വിശ്വാസം പോരാ, ഉള്ള കാര്യം പറയല്ലോ. അവിടെ പോയി എന്താ എന്തായാലും നിങ്ങളെ ഇപ്പോൾ കുറേ ലിബറിലൊക്കെ ആയി വരികയാണല്ലോ, അപ്പോൾ അതിലൊന്നും നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾ അജി വളരെ വേഗത്തിൽ നാട് പിടിക്കാൻ നോക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രവാസലോകം പ്രവർത്തകരുണ്ട്, നിരവധി സാമൂഹ്യ സംഘടനകളുണ്ട് അവിടെ. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ നാട് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ടാൽ മതി. റഫീഖിനെ ബന്ധപ്പെട്ട റഫീഖ് അതിനുള്ള വഴികൾ പറഞ്ഞു തരും നിങ്ങൾ നാട്ടിൽ വരാനുള്ള. അയാൾ എല്ലാ സെറ്റപ്പും ഞങ്ങളുള്ളൊരു ചാനലാണിത്. ഈ ചാനലിന് അത്തരത്തിലുള്ള ഒരു വലിയ പാരമ്പര്യമുണ്ട്, വലിയ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. പ്രവാസ ലോകം എന്ന് പറയുന്ന ലോകത്തിലെ അതിഗംഭീരമായ ഒരു നെറ്റ്വർക്ക് നിങ്ങളെ മുന്നിലേക്ക് വരികയാണ്, നിങ്ങളെ പ്രയാസങ്ങൾ അന്വേഷിച്ചിട്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ വിളിക്കണം. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും. അതാണുള്ളത്. അജിയോട് പറയാനുള്ള, അജിയൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ ഞങ്ങളോട് അറിയിക്കുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് അറിയിക്കുക. അതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അജിയെ തെരഞ്ഞു പോകാൻ പറ്റുന്നവർ മലയാളികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടെത്തുന്ന മലയാളികളുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഞങ്ങളെ വിളിക്കണം എന്നാണ് പറയാനുള്ളത്. അജി അവിടെ ഉണ്ട്, യാതൊരു സംശയമില്ല. അങ്ങനെ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ അജിനെ കണ്ടെത്തും, യാതൊരു സംശയമില്ല. അജിനെ കൊണ്ടുവരികയും ചെയ്യും. അതിനും നല്ലത് അജി എന്നെ വിളിക്കുന്നതാണെന്നാണ് ഏറ്റവും നല്ലത്. ഈ പ്രോഗ്രാം ഇപ്പോൾ അല്ലാസയുള്ളവരൊക്കെ കാണും, നാട് മുഴുവൻ കാണും, നമ്മളെ നാട്ടിലുള്ളവരൊക്കെ കാണും. അപ്പോൾ അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കാലം. അപ്പോൾ അതൊക്കെ അജിക്ക് അത്ര ഗുണമാവില്ല. ഇങ്ങനൊരാളാണ് അജി എന്ന് പറയുന്നത് അത്ര ഗുണമാവില്ലല്ലോ. ഇങ്ങനൊരു അബദ്ധം പറ്റി, അതിന് വീട്ടുകാർ വന്നു, കണ്ടു, നാട്ടിലേക്ക് മടങ്ങി എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമല്ല. അല്ലാതെ വീണ്ടും അവിടെ നിന്നാൽ അത് നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അച്ഛനമ്മയൊക്കെ വയസ്സായില്ലടോ, ഒന്ന് വന്ന് കാണ് കേട്ടാ. അവിടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനല്ലേ നിങ്ങൾ. മക്കളൊക്കെ വലുതായി, ഈ പ്രായത്തിലൊക്കെ അല്ലേ നമ്മൾ മാതാപിതാക്കൾ മക്കളുടെ കൂടെ കാണുകയും അവരുമായിട്ട് ഒന്ന് കുറേ നേരം ചിലവഴിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അജി തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പരിഗണിക്കണം. അച്ഛനെയും അമ്മയും വന്ന് കാണണം, ഭാര്യയും മക്കളെയും വന്ന് കാണണം. നാട്ടിൽ ജോലി ഉണ്ടോ എന്ന് നോക്കുക. വന്നിട്ട് നോക്കിയിട്ട് പറ്റില്ല പോവാം, നമുക്ക് യാതൊരു പ്രശ്നമില്ല. പ്രവാസം ഒരു അടഞ്ഞ അധ്യായമല്ല ഒരാളെ സംബന്ധിച്ചോളം. ഏത് പ്രായത്തിലും പോയി ജോലി ചെയ്യാവുന്നൊരു കാലം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അജിയോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നത് കുടുംബത്തേക്ക് തിരിച്ചു വരണം എന്ന് മാത്രമാണ്. നിങ്ങൾ പൊക്കോളെ, വരും കേട്ടോ.